ഹലോ. ഹായ്. വിളിച്ചതൊക്കായി ഇല്ല, ഞാൻ വീട്ടിൽ പോയി. ജസ്റ്റ് എ മിനിറ്റ്. പേരെന്തായിരുന്നു? പ്രശാന്ത്. ആന്റി വിളിച്ചപ്പോ പാച്ചു എന്തോണല്ലോ പറഞ്ഞു. ആ, അടുപ്പുള്ളവർ അങ്ങനെയാ വിളിക്കുന്നത്. തീരെ പരിചയമില്ലാത്തവരോ പ്രശാന്ത് വിളിക്കുന്നു. ഓ, അപ്പൊ പ്രശാന്ത്. ആ യെസ്. എന്താ പെട്ടെന്ന് ആന്റിയുടെ സൈഡായത്? ഇല്ല, കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴാണല്ലോ പറഞ്ഞത്. ആ കൊച്ചിന്റെ കേസ്. ആ കൊച്ചിന്റെ പേരില്ലേ? പേരുണ്ട്. എന്താ കൊച്ചിന്റെ പേര്? മിനി. മിനി മിനിയോ? മിനി അല്ല, ധന്യ. ധ്വനി. ധ്വനി. അതിന്റെ മുന്നിലും പിന്നിലും വേറെന്തൊരു ഐറ്റവും കൂടെ ഉണ്ട്. ഹംസധ്വനി എന്നാണോ? കറക്റ്റ്. കൊള്ളാലോ. എടോ, അത് ഞാനാ. അവളുടെ പേര് നിധി. 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 നൈസ് നെയിം. നിധിയെ കണ്ടറിയോ? ഇല്ല. ഫോണിൽ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഏ താൻ പിന്നെ ഇത് എന്തറിഞ്ഞിട്ടാ ഫ്ലൈറ്റിൽ കയറാതെ എന്റെ തലയിലൂടെ കയറിയത്? നിധി, നിധിയുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. രാവിലെ തൊട്ട് തന്നെ ഞാനും കുറെ ടെൻഷൻ തന്നുകൊണ്ടിരിക്കുകയല്ലേ. നിധി ഒരു കാര്യം മനസ്സിലാക്കണം, അതിന്റെ ഡബിൾ ടെൻഷനിലാണ് ഞാൻ. ഈ ഹംസധ്വനി ആരാന്ന് പോലും എനിക്ക് പേര് പിന്നെയും മാറിപ്പോല്ലേ. സി, ഐ എം ഡൺ വിത്ത് ദിസ്. എനിക്ക് ഇതല്ലാതെ തന്നെ 100 കൂട്ടം പ്രോബ്ലംസ് ഉണ്ട്, പേഴ്സണലായിട്ടോ ഇവിടെ. ദേ, ഇത് തന്നെ എന്ത് തീർക്കേണ്ട വർക്കാ. നിങ്ങളെല്ലാവരും കാരണം ഞാൻ ഇവിടെ എത്തിയത് തന്നെ ഉച്ചയ്ക്കാ. ഇനിയിപ്പോൾ രാത്രി ഇവിടെ തന്നെ കിടന്ന് ഉറങ്ങേണ്ടി വരും. ഹംസ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നേ. സ്വന്തമായിട്ട് ഷോപ്പും ഇല്ല, കല്യാണവും നടന്നിട്ടില്ല. ഞാൻ എന്തായാലും ഇവിടെ റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ ഫ്രഷ് ആയിട്ട് ഇങ്ങോട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോയി ആ കൊച്ചിനെയും കൂട്ടി കൊണ്ടുവരാം. ഞങ്ങൾ അവിടെ നിന്ന് ബോംബെക്ക് പോയിക്കോളാം. ഹംസ ഫ്രീ. ഹംസധ്വനി. പ്രശാന്ത്. Call me Hamsadhwani or Dhwani. And listen, Prashant, don't drag me into all this. നിങ്ങൾ നേരെ താഴോട്ട് പോയ മെയിൻ റോഡിനടുത്ത് തന്നെ മലബാർ ബേക്കറി എന്ന് പറഞ്ഞൊരു മലയാളിയുടെ കടയുണ്ട്. അയാൾ ആ വീട്ടു ജോലിക്ക് ആളെ അന്വേഷിച്ചപ്പോൾ നിധിയെ കൊണ്ടുവന്ന്. അയാളോട് ചോദിച്ചാൽ മതി. എന്നെ വിട്ടേക്ക്. ഓക്കെ, താങ്ക്സ്. Just pull it, man. I know. सर आपका बैग। भैया 10 मिनट में आ रहा हूँ. ठीक है सर. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഏത് ചേട്ടാ, ശിവസേനക്കാരനായാലും എന്താ മോനെ? ഞാൻ ആ ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന മലയാളി പെൺകുട്ടി പറഞ്ഞിട്ട് വന്നാ. അവരുടെ വീട്ടിലേക്ക് ചേട്ടനൊരു കൊച്ചുകുട്ടിയെ ജോലിക്ക് അറേഞ്ച് ചെയ്തിട്ടില്ലായിരുന്നു. അവളെ തിരിച്ച് ബോംബെക്ക് കൊണ്ടുവേണ്ടി വന്നു. അതിന്റെ വീട്ടിലെന്തോ ചെറിയ ഇഷ്യൂ. അല്ല നിധിയെയോ? ആ യെസ്. വീട് കാണിച്ചു തന്നാൽ മതി, ഞാൻ പോയി സംസാരിച്ച് ഡീൽ ചെയ്തോളാം. അവളുടെ അമ്മൂമ്മ